ഹായ് ഹലോ പുതിയ കേക്ക് ഡെക്കറേഷൻസ് കാണാം. അപ്പോൾ നമ്മൾ ആദ്യം സെറ്റ് ചെയ്യുന്നത് 2 kg വെയിറ്റ് വരുന്ന ഒരു ഫസ്റ്റ് ബർത്ത്ഡേക്കുള്ള കേക്കാണ് കേട്ടോ. അപ്പോൾ ഒരു വൈറ്റ് ഗ്രീൻ ഷെയ്ഡിലാണ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. മോളുടെ ഡ്രസ്സ് അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അതിന് മാച്ചായിട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ ഇത് മുകളിലത്തെ കേക്കാണ്. ഇത് 5 ഇഞ്ചിലാണ് കേട്ടോ ബേക്ക് ചെയ്തിട്ടുള്ളത്. താഴെയുള്ള കേക്ക് നമ്മൾ 7 ഇഞ്ചിലാണ് ബേക്ക് ചെയ്തിട്ടുള്ളത്. നോർമലി എപ്പോഴും നമുക്ക് ചോദിക്കാറുണ്ട് ഏത് ക്രീമാണ് യൂസ് ചെയ്യാറ് എന്നുള്ളത്. ഞാൻ ചാമ്പ്യൻ ക്രീമാണ് കേട്ടോ യൂസ് ചെയ്യാറ്. അപ്പോൾ ഈ ഒരു ക്രീമിൽ കുറച്ചൊക്കെ എയർ ബബിൾസ് കയറിയിട്ടുണ്ട്. ഓവർ ബീറ്റ് ആയതുകൊണ്ടാണ് കേട്ടോ. നമ്മൾ എന്നാലും ഷാർട്ട് ബ്രഡ്ജായിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ സൈഡിലായിട്ട് ഒരു വേവ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. കസ്റ്റമർ കറക്റ്റ് നമുക്ക് ഒരു പിക്ക് അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു വൈറ്റ് ഗ്രീൻ കോമ്പിനേഷനിൽ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് അവർ തന്ന പിക്ക് വൈറ്റ് പിങ്ക് തീമിലുള്ളൊരു കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഭാഗ്യത്തിന് അതിന് മാച്ചായിട്ടുള്ള ബട്ടർഫ്ലൈസ് ഓൾറെഡി എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ചില ടൈമിൽ അവർ തന്ന കളേഴ്സിൽ കറക്റ്റ് ആ ഒരു മോഡലിലുള്ള ബട്ടർഫ്ലൈസ് നമുക്ക് കിട്ടാറില്ല. ഇത് എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ തന്ന സെയിം പാറ്റേണിലുള്ള ബട്ടർഫ്ലൈസ് തന്നെയാണ് കേട്ടോ അത്. ഇനിയിപ്പോൾ ഓരോരോ ഗ്യാപ്പിലായിട്ട് നമ്മൾ ഫോക്സ് ബോൾസും ഷുഗർ ബോൾസൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹാപ്പി ബർത്ത്ഡേ ടോപ്പറും പിന്നെ ബട്ടർഫ്ലൈസും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് മാമിയുടെ അനീതിക്കുള്ള കേക്കാണ് കേട്ടോ. അവരുടെ മോളുടെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ചെയ്ത കേക്കായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ അതേ പോലെ തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ അവർ വന്നിട്ട് വീട്ടിൽ വന്നിട്ട് എടുക്കുക ചെയ്തത് കേട്ടോ. വൈകിട്ടായിരുന്നു പരിപാടി. അപ്പോൾ അവർ വൈകിട്ട് വന്ന് എടുത്തു കൊണ്ടുപോയി. നമ്മൾ ഡെലിവറി ചെയ്തിട്ടില്ല കേട്ടോ. അങ്ങനെ കേക്ക് സേഫായിട്ട് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇത് 2 ദിവസം കഴിഞ്ഞിട്ടുള്ള ഓർഡറാണ് കേട്ടോ. സെയിം ഒരേ ദിവസമൊന്നുമല്ല, 2 ദിവസം കഴിഞ്ഞിട്ട് വന്ന ഓർഡറായിരുന്നു. ഇതിപ്പോൾ കറക്റ്റ് കസ്റ്റമർ ഒരു പിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ ചെറിയൊരു ചേഞ്ചസൊക്കെ വരുത്തിക്കോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചെയ്ത് വന്ന് പകുതിയായപ്പോൾ നമ്മുടെ കറണ്ട് പോയിട്ടുണ്ടേ. പിന്നെ ഞാൻ വീഡിയോ സ്റ്റോപ്പ് ചെയ്തു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് ഒരു 3 ടയർ കേക്കാണ് കേട്ടോ. ഇത് ഫസ്റ്റ് ബർത്ത്ഡേക്കല്ല, 4th ബർത്ത്ഡേയുടെ കേക്കാണ്. നമ്മൾ ഇതിൻ്റെ ഒരു വേറൊരു മോഡൽ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു പിങ്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡിൽ കേട്ടോ. അപ്പോൾ ആ ഒരു റീല് അത്യാവശ്യം നമുക്ക് വ്യൂസൊക്കെ കിട്ടിയൊരു വീഡിയോസായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ അയച്ചു തന്നിട്ടാണ് കസ്റ്റമർ അതുപോലെ ഒന്ന് ചെയ്തു തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് 3 kg കേക്കാണ്. 3 ടയർ കളറ് പിങ്ക് വേണമെന്ന് ഞാൻ കസ്റ്റമറുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവർക്ക് ഏത് കളറായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വൈറ്റ് ബ്ലൂ തീമിൽ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇതിപ്പോൾ ഏറ്റവും താഴെയുള്ള കേക്കാണ് കേട്ടോ. ഈ ഒരു കേക്ക് ബേക്ക് ചെയ്തിട്ടുള്ളത് 8 ഇഞ്ചിലാണ്. പിന്നെ മുകളിലത്തെ കേക്ക് 6 ഇഞ്ചിലും ഏറ്റവും ടോപ്പിലത്തെ കേക്ക് 4 ഇഞ്ചിലും. അങ്ങനെ നമ്മൾ 3 ടിന്ന് എടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ സ്റ്റാൻഡ് മിക്സറിൽ നമ്മുടെ 3 കിലോയുടെ ബാറ്റർ ഉണ്ടാക്കിയിട്ട് അങ്ങനെ 3 ടിന്നിലേക്കായിട്ട് ഒഴിച്ചു കൊടുത്തതാണ് കേട്ടോ. എല്ലാ കേക്കും 4 ലെയേഴ്സ് പോലെയാണ് നമ്മൾ വെച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും താഴെയുള്ള കേക്ക് നമ്മൾ റോസറ്റ വെച്ചിട്ട് അത്യാവശ്യം ഡാർക്ക് കളറിൽ ബ്ലൂ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡാണ് കേട്ടോ. ഈ ഒരു കേക്ക് ചെയ്ത അതേ മോഡൽ ചെയ്യാൻ സത്യത്തിൽ എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ച് വരുമ്പോഴാണ് എനിക്കത് ഇഷ്ടമാവുക. അപ്പോൾ ഇതിപ്പോൾ ചെറിയ ചേഞ്ചസ് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്തോളൂ എന്ന് അവർ പറഞ്ഞതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇതിനി മുകളിലത്തെ കേക്കാണ്. മുകളിലത്തെ കേക്ക് നമ്മൾ ആ ചെയ്ത ഡിസൈനിൽ അതുപോലെ തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ പെറ്റൽ നോസിൽ യൂസ് ചെയ്തിട്ടാണ് ഈ സൈഡിൽ ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. മുകളിൽ നമ്മൾ നോർമൽ ക്രീം വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഓരോ കേക്കും നമ്മൾ സ്റ്റേക്ക് ചെയ്തെടുക്കുകയാണ്. ഇതും വൈകിട്ട് കൊടുക്കാനുള്ള കേക്കാണ് കേട്ടോ. നൈറ്റിലാണ് അവരുടെ പരിപാടി. അപ്പോൾ വൈകിട്ടാണ് കേട്ടോ ഈ കേക്ക് കൊടുത്തിട്ടുള്ളത്. ഓരോ കേക്കും ചെയ്ത് വന്നപ്പോൾ നല്ല ഹൈറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അത്ര ഹൈറ്റ്. ഈ ഒരു കേക്ക് ഞാൻ ഓട്ടോയിലാണ് കേട്ടോ ഡെലിവറി ചെയ്തത്. നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, പക്ഷേ സേഫായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു കേക്കിന് മാച്ചായിട്ടുള്ള ഒരു പ്രിൻറ്റ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതിന് മാച്ചായിട്ടുള്ള ബട്ടർഫ്ലൈസും സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്.